ക്ലീറ്റസിന്റെ ഭാര്യ അല്ലായിരുന്നെങ്കിൽ തങ്കത്തെ നമുക്ക് സ്ഥാനാർത്ഥിയായിട്ട് നിർത്തായിരുന്നല്ലേ? ക്ലീറ്റസിന്റെ ഭാര്യയാണെന്ന് വിചാരിച്ചെന്താ? അവരെ നിർത്തുന്നതിന് എന്താ കുഴപ്പം? എവിടെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ അവരെ നിർത്തിക്കൂടാന്ന്? അതല്ല ചേട്ടാ, ക്ലീറ്റസ് സമ്മതിക്കൂ? ക്ലീറ്റസിന്റെ സമ്മതം കൊണ്ടാണോ അവർ ഈ പോസ്റ്റ് ഇട്ടത്? അല്ലല്ലോ. അതല്ല, ശശീകണ്ഠൻ പറഞ്ഞതാ ശരി. അതെ, തങ്കത്തെ സ്ഥാനാർത്ഥിയാക്കാൻ കഴിഞ്ഞാൽ തന്നെ നമ്മൾ വിജയിച്ചു. അത് ശരിയാ. ഈവൻ വോട്ടിങ്ങിൽ തോറ്റാൽ തന്നെ അതൊരു മഹാവിജയം തന്നെ ആയിരിക്കും. അതെ, DDT നേതാവിന്റെ ഭാര്യയാണ് സ്ഥാനാർത്ഥി എന്ന ഓർമ്മ വേണം. ഇതൊക്കെ സ്വപ്നം കാണാമെന്നുള്ളത് നടക്കുവോ? എന്ത് സ്വപ്നം കാണണം? സ്വപ്നം കണ്ടാലേ നമുക്ക് കാര്യങ്ങൾ നേടാൻ പറ്റൂ. നമ്മളെല്ലാവരും അക്ഷീണം പ്രവർത്തിക്കുന്നത് എന്തിനാ? നമുക്കൊരു ലക്ഷ്യമുണ്ട്, സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ നമ്മൾ ലക്ഷ്യത്തിലേക്ക് തന്നെ പോകണം. അപ്പോൾ ലക്ഷ്യത്തിലൂടെ പോയാൽ മാത്രമേ മാർഗത്തിലെത്താൻ പറ്റൂ. അതാണ് അതിൻ്റെ ഒരു ശരിയായ രീതി. ഇപ്പം ഞാൻ പോകും, നമുക്ക് പോകണം. തങ്കത്തിനോട് ഞാൻ സംസാരിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ തങ്കത്തിന്റെ വീടെന്ന് പറയുന്നത് ക്ലീറ്റസിന്റെ പുലിമടയാ. ആ പുലിമടയിൽ നമ്മളെങ്ങനെ പ്രവേശിക്കും? നമ്മൾ അന്ന് പോയതല്ലേ? അന്ന് ആ കുട്ടി എന്താ പറഞ്ഞത്? ആ പുലിയുടെ മുമ്പിൽ വെച്ച് ആ കുട്ടി പറഞ്ഞത് നന്മയുള്ള പാർട്ടിക്ക് വോട്ട് ചെയ്യുമെന്ന്. ഓർമ്മയുണ്ടോ? ശരി. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും പോവും. എൻ്റെ കൂടെ നിങ്ങൾ എല്ലാവരും വരണമെന്നില്ല, നിങ്ങൾ രണ്ടുപേരും വാ, നമുക്ക് പോയി ഒന്ന് സംസാരിക്കാം. എന്നെ തോപ്പിക്കാന്ന് ഒരാളും വിചാരിക്കണ്ട. നമ്മളിട്ടൊരു പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു എന്നുകൊണ്ട് നമ്മളങ്ങ് തോറ്റു പോകുന്നുണ്ടോ? അങ്ങനെയാണോ വിചാരിച്ചേക്കുന്നത്? നീ അതങ്ങ് ഡിലീറ്റ് ചെയ്യ്. ഈ DDT പാർട്ടി എന്ന് പറയണതേ കേരളത്തിൽ അത്ര അങ്ങോട്ട് അണികളൊന്നും ഇല്ലെങ്കിലും അഖിലേന്ത്യാ തലത്തിൽ നല്ല വേരുകളുള്ളൊരു പാർട്ടി. അത് പേരുകൾ മാത്രമല്ലേ ഉള്ളൂ, തടിയൊന്നും ഇല്ലല്ലോ. ഇക്കാര്യത്തിൽ ഞാൻ ചേച്ചിയുടെ കൂടെയാ. പോസ്റ്റ് പിൻവലിക്കാൻ ഞാൻ പറയത്തില്ല. എന്ത് ഇതിന് വേണ്ടിയിട്ട് ക്ലീറ്റോ ചേട്ടൻ എന്തോരം ആഗ്രഹിച്ചതാ, എന്തോരം ഓടി നടന്നതാ. എന്നിട്ട് എന്തായി അവസാനം? പാർട്ടി തഴഞ്ഞില്ലേ? ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് രാവും പകലും ഇല്ലാതെ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ്. കഴിഞ്ഞ പ്രാവശ്യം എന്തായിരുന്നു? അൻസാർക്കൊക്കെ വേണ്ടി ഒഴിഞ്ഞു കൊടുത്ത്. അപ്പൊ ഈ പ്രാവശ്യം അൻസാർക്ക് ആ ഒരു തിരിച്ചൊരു നന്ദി കാണിക്കണ്ടേ? അത് അൻസാർക്ക് കാണിച്ചില്ലല്ലോ. ഈ നീ വിളിച്ചു ചോദിച്ചപ്പോ ശരിക്കും എന്താ അൻസാർ പറഞ്ഞു? ഇല്ലായിരുന്നപ്പോഴല്ലേ ഞാൻ പറഞ്ഞത്. ഞാൻ ഇവിടുത്തെ അവൻ ദേഷ്യപ്പെട്ട് പോയത് കണ്ടിട്ട് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അൻസാറിനെ വിളിച്ച് ചോദിച്ചു. അപ്പൊ അൻസാർ പറഞ്ഞു നമ്മുടെ വാർഡിൽ സ്ഥാനാർത്ഥി ക്ലീറ്റോ അല്ലെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു പന്ത് പക്ഷേ എന്റെ കൂട്ടിൽ തന്നെ എന്നും പറഞ്ഞു. പിന്നെ ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത്? അപ്പൊ അതിന്റെ അർത്ഥം എന്തുവാ? അൻസാർക്ക് തന്നെ സ്ഥാനാർത്ഥി. എന്റെ സംശയം അതല്ല, ഇവൾ ഈ ഫേസ്ബുക്കിൽ ഇട്ടത് ക്ലീറ്റസിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവോ? ഒരു കുഴപ്പമില്ല. ക്ലീറ്റോയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടൊക്കെ ഉണ്ടാവും. പിന്നെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇച്ചിരി നാടകമൊക്കെ കളിക്കുമായിരിക്കും, എന്നെ കുറച്ച് ചീത്ത പറയുമായിരിക്കും. സാരമില്ല. ആ മനുഷ്യനെ എന്തോരം ഈ പാർട്ടിക്ക് വേണ്ടി ഓടി നടന്നാന്നറിയാമോ? ഊണും ഇല്ല, ഉറക്കവും ഇല്ലാതെ. ഞങ്ങൾ പോലും ഭാര്യയും പിള്ളേരും പോലും അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അത് കറക്റ്റ്. എന്നിട്ട് അതിനോട് ഈ ദ്രോഹം കാണിച്ചത്. അങ്ങനെ ക്ലീറ്റോനെ വിഷമിപ്പിക്കുന്ന ഒരാളോട് ഞാൻ ക്ഷമിക്കൂല. എടി എന്ത് തന്നെ ആണെങ്കിലും ശരി തന്നെ, ഒരു തീരുമാനം എടുക്കുമ്പോണ്ടല്ലോ അത് ശ്രദ്ധിക്കണം. നമ്മളിപ്പോ ഒരു കാര്യം ചെയ്യുമ്പോഴേ നമുക്ക് പ്രതികരിക്കുന്നതിന്റെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത്തരം കാര്യങ്ങൾ വരുന്ന സമയത്ത്, സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്തും ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്തുണ്ടല്ലോ നമ്മൾ വിവേകം പ്രവർത്തിക്കൂല. വിവേകത്തോടെ സംസാരിക്കണം നമ്മളെപ്പോഴും. എനിക്ക് ഇത്രയും വിവേകമുള്ളൂ. നിന്നെ ആരെങ്കിലും തല്ലാൻ വരുമ്പോഴോ വഴക്ക് പറയാൻ വരുമ്പോഴോ നീ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അതിന് മറുപടി പറയുള്ളായിരിക്കും. ഞാൻ അങ്ങനെയല്ല. ചേച്ചി പോസ്റ്റ് പിൻവലിക്കണ്ട. ഞാൻ പിൻവലിക്കൂല. നീ വെറുതെ ഉപദേശിക്കാൻ ഒരു കാര്യം ഞാൻ പറയാ, നീ എടുത്തിയാടി ഓരോന്ന് ചെയ്ത അവസാനം നീ മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ആരും ഉണ്ടാവില്ല ഇതിന്. പിന്നെ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോ അമ്മാവും കൂടെ വരികയാണല്ലോ എടുത്തിയാടാ നിർത്ത്. എനിക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ വേണം സഹിക്കാൻ, അല്ലാതെ ഒരാളും ഉണ്ടാവില്ല. നീ എന്താ പറഞ്ഞേ? നിനക്കൊരു അപകടം വന്നിട്ട് ഞാൻ നിന്നെ സഹായിച്ചിട്ടില്ല. നീ കഴിഞ്ഞൊന്നും മറക്കരുതിട്ടതക്കം. കല്യാണ തലേന്ന് ക്ലീറ്റോന്റെ കൂടെ നീ ഒളിച്ചോടാൻ നിന്നപ്പോ ഈ വീട്ടുകാർ മുഴുവൻ എതിർത്തപ്പോ നിന്നെയും മാമനെയും കൂടിയിട്ട് ഒരു റൂമിൽ വാടക റൂം എടുത്ത് താമസിപ്പിച്ച് എന്റെ ചെലവിന് താമസിപ്പിച്ച് ഇവരെ ഒന്ന് അനുഭവിച്ച് നിന്നെ കൊണ്ടുവന്ന് ഈ വീട്ടിൽ കയറ്റിയാലാ ഞാൻ. എന്നെ കുറിച്ച് നീ പറയണം ചേച്ചി, എനിക്കിത് കേൾക്കണം. അല്ല എന്നാലും അവളത് പറയാൻ പാടും. നീ കരയാതെ, നീ അവളെ സഹായിക്കുമെന്ന് അവൾക്ക് അറിയാം. പിന്നെ ഇപ്പൊ പറഞ്ഞത് ഒരു ആവേശം കൊണ്ട് അത് നീ കാര്യാക്കണ്ട.
ഇതൊക്കെ ഓരോന്നും ആലോചിച്ചും കണ്ടും ചെയ്യണം, അത്രേ ഞാൻ പറഞ്ഞോളൂ. നമ്മൾ എന്ത് നിങ്ങളുടെ പ്രതികരണങ്ങളൊക്കെ നടത്തിക്കോളൂ, പക്ഷെ സമയം സന്ദർഭമൊക്കെ ഉണ്ട് ഇതിനൊക്കെ. അങ്ങനെയാണെങ്കിൽ അതങ്ങ് ഡിലീറ്റ് ചെയ്യടി. ഞാൻ ഡിലീറ്റ് ചെയ്യൂല. അതിനെ തങ്കം ഒന്നും കൂടി ജനിക്കണം. മാർക്കടി ഡിലീറ്റ് അറിഞ്ഞാൽ ഞാൻ ചെയ്തു തരാം. എനിക്ക് ആരുടെ സഹായം വേണ്ട. തിരികെ തരാൻ കൂടുതൽ അവൾക്ക് അവള് പറഞ്ഞിട്ടില്ലേ അവള് ചുമ്മാ ഇരിക്കും ചേട്ടാ. അവളാ ഒരു ആ ഈ ആവേശത്തിൽ എടുത്തിട്ടുണ്ടെന്നല്ലേ നീയും പറഞ്ഞുള്ളൂ. അനുഭവിക്കോളൂ. ആദ്യം പറഞ്ഞു എങ്കിലും ശരിക്കും അപ്പുക്കുട്ട സാർ അങ്ങനെ പറഞ്ഞാളിയാ. സത്യം പറഞ്ഞ കേട്ടപ്പോൾ സന്തോഷമായിപ്പോയി. എന്താ പറഞ്ഞത്? എടേ അതെ, എന്തായാലും ക്ലീറ്റസ് മത്തായിക്ക് ഇപ്പം പഞ്ചായത്ത് ഇലക്ഷനിൽ മത്സരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ശുപാർശ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുക. അല്ലേ അപ്പുക്കുട്ടൻ സാറേ പറഞ്ഞതാണ്. എനിക്കത് നല്ല വിശ്വാസമുണ്ട്. സത്യം പറഞ്ഞാണല്ലോ, ഇത്ര നല്ല മനുഷ്യനാണ് അപ്പുക്കുട്ടൻ സാറ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ, ഇപ്പം രാഷ്ട്രീയ ജീവിതത്തിൽ എന്നല്ല, ഈ പൊതുജീവിതത്തിൽ പോലും ഇത്രയും നല്ലൊരു വ്യക്തിത്വം ഞാൻ കണ്ടിട്ടില്ല. ആൾക്കാർ ഈ അപ്പുക്കുട്ടൻ സാറിനെ മാതൃകയാക്കണം. എനിക്ക് പറയാനുള്ളത്, ഈ പിള്ളേർക്ക് പള്ളിക്കൂടത്തിൽ പഠിക്കാനുള്ള പിള്ളേരുടെ ഏതെങ്കിലും ഒരു പുസ്തകത്തിലെ പാഠ്യവിഷയത്തിൽ അപ്പുക്കുട്ടൻ സാറിനെ കുറിച്ചൊക്കെ പരാമർശിക്കണം. സാറിൻ്റെ ആ ജീവിതവും അനുഭവവും ഇതൊക്കെ അത് വരണം. അളിയ എന്തൊക്കെ ആയിരുന്നാലും ശരി, അളിയനെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എടുക്കുന്ന ദിവസം നമുക്ക് അപ്പുക്കുട്ടൻ സാറിന് ഒരു ഗംഭീര ഉപകാരവും ഒരു ഗംഭീര സ്വീകരണവും കൊടുക്കും. അല്ല, അന്ന് വീട്ടിൽ വിളിച്ച് ഭക്ഷണം കൂടി അതെ അതെ. അതിന് അപ്പുക്കുട്ടൻ സാർ ജീവനോട് ഉണ്ടായിട്ട് വേണ്ടേ? ഈ എണ്ണം കെട്ട നാക്കൂട്ടൊന്നും പറയല്ലേ. ഇതേ അടുത്ത നൂറ്റാണ്ടിൽ നടക്കുന്ന കാര്യമല്ല. ഇത് പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞാൽ അതിൻ്റെ പിറ്റേ ദിവസം സംഭവിക്കാൻ പോകുന്ന കാര്യമായി പറയുന്നത്. അല്ല നടരാജ, ഇങ്ങനെ രാഷ്ട്രീയം എന്ന് പറഞ്ഞ് നടക്കാതെ കുറച്ചൊക്കെ തലയിൽ ആള് താമസം വേണം. രാവിലെ ഇറങ്ങിക്കോണം. വെള്ളം അപ്പുക്കുട്ടൻ സാർ 100 ആയുസ്സാണ് സാറിന്. കണ്ടാ സാറേ നമസ്കാരം. എന്താ സാറേ? ഇല്ല, ഞാൻ കണ്ടില്ല. സാറേ ഹലോ ഹലോ. എന്തോളിയാ അല്ല കാര്യം പറ. പറഞ്ഞതല്ലോ. ഇത് ചുമ്മാടേ എന്തോളിയാ? എൻ്റെ കർത്താവ്, ഇത് എന്തൊരു പരീക്ഷണമാണ്. കാര്യം പറയാ. കാര്യം പറ. എന്നെ ഒരു രീതിയിലും ജീവിക്കാൻ സമ്മതിക്കില്ല സാറേ. ആര്? എൻ്റെ ഭാര്യ, അവളുടെ കുടുംബക്കാരും. പറ പുരുഷു. എടേ നീ വലിച്ചഴിക്കാൻ കാര്യം പറ. ആര്? തങ്കോ? എടേ നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യം പറയരുത്. FB യിലാ ആണോ? ശരി ശരി, ഞാൻ നോക്കട്ടെ, ഞാൻ വിളിക്കാം. FB യിൽ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട്, നോക്കട്ടെ. ലോകത്തിലെ ഏറ്റവും പൊട്ട പാർട്ടിയാണ് DDT പാർട്ടി. എല്ലാം കള്ളന്മാരും ചതിയന്മാരുമാണ് അതിനകത്തുള്ളത്. ഈ വരുന്ന ഇലക്ഷനിൽ ഒരാളും DDT പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്യരുത്. അവിടെ എങ്ങനെ ഫോൺ എടുക്കുക? തുടക്കം മുതലേ വിശ്വസിച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണത്. അതിനെതിരാണ് ഇവിടെ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടേക്കണത്. നീ അവളെ വിളിച്ചിട്ട് പോസ്റ്റ് പിൻവലിച്ച് പറ്റുന്ന ഒരു മാപ്പ് കൂടി പറയാൻ പറ. അപ്പം അവനെല്ലാം ആർക്കാരും ഫീൽ ചെയ്യാതെ ചുമ്മാ. ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ അവളെ വിളിച്ച കാര്യങ്ങളൊക്കെ പറയാം. നീ നേരത്തെ പോലെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കല്ലേ. ഞാൻ ഒന്നും പറയത്തില്ല. ഒന്നും പറയണ്ട, കാരണം ചെയ്ത് തെറ്റ് തന്നെയാണ്. അതവൻ ഫോൺ എടുക്കാത്തത് എന്താ? അതാണ്. എങ്ങനെ ഫോൺ എടുക്കാന്നേ? ക്ലീറ്റോ ചേട്ടനും വിഷമം ഉണ്ടാവും, സീറ്റ് കിട്ടിയില്ലല്ലോ. നീ അവളെ വിളിച്ചേ. ചേച്ചി, മുത്തേ മുത്തേ, അമ്മേനെ ഒന്ന് വിളിച്ചേ. മക്കളെ വന്ന എടി അമ്മേനെ വിളിച്ചേ. അമ്മേനെ വിളിച്ച എന്താ അവിടെ കാണിക്കണ? അവിടെ അവളെ വിളി. തോന്നിയാസം കാണിച്ചു. വേണ്ട, മാറ്റൂല്ല.
മാറ്റൂല്ല. മൊത്തം കുളമായി. എന്താടാ ക്ലീറ്റമച്ചമ്പെ മനഃപൂർവ്വം സ്ഥാനാർത്ഥി പട്ടിയെന്ന് മാറ്റിയതല്ല. നറുക്കെടുത്തപ്പോഴേ നമ്മുടെ വാർഡ് വനിതാ സംവരണ വാർഡായി. പാർട്ടി ചതിച്ചിട്ടില്ല ക്ലീറ്റമച്ചമ്പെ. അപ്പൊ പിന്നെ ഏട്ടനല്ലേ പറഞ്ഞത് അൻസാർക്കാണ് സീറ്റെന്ന്? നിങ്ങളെല്ലാം നിന്നപ്പോഴല്ലേ ഞാൻ വിളിച്ചത്. ഞാൻ വിളിച്ചപ്പോൾ അവിടുത്തെ ക്ലീറ്റോ അല്ല സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞു. പന്ത് എന്റെ ഹോട്ടലാണെന്നും പറഞ്ഞു. അല്ല അപ്പൊ എന്ത് വിചാരിക്കണ? പന്തിപ്പോഴും അൻസാർക്കട വോട്ടിൽ തന്നെ. ഇവിടെ വനിതാ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് അൻസാർക്കട ഭാര്യ ആബിദ ബീഗം. അവരാണ്. ചേച്ചി അവിടെ നമ്പരാ അത്. എന്തടി എന്തെങ്കിലും കാര്യം കേട്ടോണ്ടെ അവനെ കണക്കാണ് എടുത്തങ്ങ് ചാടും. എടാ ഇങ്ങനൊരു സമയം, എടാ ഇങ്ങനത്തെ ഒരു സമയത്ത് ദേഷ്യപ്പെടല്ലേ? തോന്നിയല്ലേ കാണിച്ചത്? കാര്യം ആരാണ് ആദ്യം? അവന് പക്കം പോസ്റ്റം കിടുക. അതിപ്പോ എന്നിട്ട് ബോധം കിടുന്നു. അവിടെ ബോധം കിട്ടി കിടന്നോ? നല്ല കാര്യമുണ്ട് അവക്ക്. ഇച്ചിരി കൂടിപ്പോയി ചേച്ചി. പിന്നെ എന്തിനാ അവളെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ കാണിച്ച് തോന്നിയല്ലേ? എവൻ ഈ വിവരം അറിഞ്ഞിട്ടാണ് ഇവിടുന്ന് പോണം, നമ്മൾ അറിഞ്ഞില്ലല്ലോ. ഞാൻ വിളിച്ചു വെച്ചാൽ എവിടെ പോയാന്ന് ഉടനെ തോളിയാൻ കയറുക. എവളെയും വിളക്ക് പറഞ്ഞു, അവളെയും വിളക്ക് പറഞ്ഞു, എല്ലാവരും വിളക്ക് പറഞ്ഞു പോവാ. കാര്യം കൃത്യമായിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞ് നമുക്ക് മനസ്സിലാവൂലേ? ഒരു വിഷമുണ്ടെ പങ്കിട്ടൂടെ? ഇനിയിപ്പോ എന്തോ ചെയ്യും? അമ്മ ചേച്ചി അതിന് ഡിലീറ്റ് അല്ല മാമി, ഇനി ഡിലീറ്റ് ചെയ്തിട്ട് എന്തിനാ? കാണാൻ നമ്മൾ എല്ലാരും കണ്ട് കുറെ ഷെയറും പോയി. എന്റെ ദൈവമേ. അവനെ വിളിച്ച് കാര്യം എന്താ പറയാ. ക്ലീറ്റൊന്ന് വിളിക്കല്ലേ, വിളിക്കല്ലേ. അളിയാ, ഇങ്ങനെ ഇനി വിഷമിച്ചിരുന്നിട്ട് എന്ത് കാര്യം? ആളെ എന്തായാലും വീട്ടിലോട്ട് ചെല്ല്. സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഞാൻ വീട്ടിലോട്ടൊന്നും പോകില്ല. അതെ, എനിക്കൊരു പാ വാങ്ങിച്ചു തരണം. ഞാൻ ഇനി ഇവിടെ കിടക്കും. നായര കട വെച്ചിട്ട് കഞ്ഞിയോ എന്തെങ്കിലും തരാൻ പറ. അതിൽ നിന്ന് ഞാൻ എൻ്റെ ഇഷ്ടകാലം ഞാൻ ഇവിടെ കഴിഞ്ഞോളാം. ആ വീട്ടിലോട്ട് ഞാൻ പോകില്ല. അളിയാ അൻസാറേ, എന്നെ ഇനി ഇതിൽ പറയാൻ നാണം കിടന്ന ഒന്നുമില്ല. അളിയ തങ്കത്തിനൊരു കൈപ്പഴ പറ്റിയതായിരിക്കും. ഇത് കൈപ്പഴയല്ല അൻസാറേ, ഇത് ഗൂഢാലോചനയാണ്. ഗൂഢാലോചന എല്ലാവരും കൂടെ ചേർന്നിട്ട് എൻ്റെ പാർട്ടിയെ ആക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ എന്നെ ആക്ഷേപിച്ചതിന് തുല്യമാണ്. എന്നെ ആക്ഷേപിക്കുന്നവരെന്ന് പറഞ്ഞാൽ എന്നെ വേണ്ടാത്തവർ, ആ വീട്ടിൽ എന്നെ വേണ്ടാത്തവർ. ഞാനിവിടെ കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറയണം. ഞാൻ വല്ല കടത്തിണ്ടേലും പോയി കിടന്നോളാം. അവിടെ ഒരുപാട് പേര് കിടക്കണുണ്ടല്ലോ. എനിക്കിപ്പോൾ പറയണം. ആ തങ്കം വിളിക്കുന്നു. എടുക്കളിയാ? എടുക്കണ്ട. ഇപ്പൊ ഞാൻ എടുക്കാം. വേണ്ട, എടുക്കണ്ട. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. എനിക്ക് വേണമെങ്കിൽ പപ്പയുടെ കൂടെ പോയി നിൽക്കാം. അങ്ങനെ പോയി നിൽക്കാൻ ഞാൻ ഇവളെ വിളിച്ചതാണ്. അപ്പോൾ അന്ന് ഇവളെന്ത് പറഞ്ഞു? നമുക്ക് അമ്മയെ കാണാതിരിക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ എന്നിട്ട് അമ്മയും ബാധ പറഞ്ഞു, അമ്മയും വിളിച്ചു. അപ്പോൾ അമ്മ വരൂല. അങ്ങനെയാണ് ഞാൻ ഇവിടെ കിടക്കുന്നത്. ആരും മര്യാദയുള്ള ആരെങ്കിലും അച്ഛ വീട്ടിൽ കിടക്കുവാൻ സാറേ. അങ്ങനെയാണെങ്കിൽ നടരാജൻ അച്ഛ വീട്ടിലാന്നല്ലേ പൊറുക്കുന്നേ. അല്ലാതെ മാന്യം മര്യാദയുള്ള കാര്യമാണ് പറഞ്ഞത്. എൻ്റെ ഫിലിപ്പോസ് വല്യപ്പച്ചൻ പറഞ്ഞിട്ടുള്ളൂ, അച്ഛ വീട്ടിൽ കഴിയുന്നവൻ്റെ അതോ ഗതിയാണെന്ന്. അതേ ഗതി തന്നെ ഇപ്പം എൻ്റെ ഗതി. അതോ ഗതി. അല്ലെങ്കിൽ ഈ ഇലക്ഷൻ മുറ്റത്ത് വന്നിരിക്കുന്ന സമയത്ത് ഇമ്മാതിരി ഒരു തെമ്മാടത്തിൽ അവൾ കാണിക്കുമോ? എൻ്റെ വളർന്നു വരുന്ന മോളുണ്ടല്ലോ, അവൾ ജൂനിയർ തങ്കമായിട്ടാണ് വളരണം. അവളെന്ത് ചെയ്തല്ലേ പാവം? അവളാണ് നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഇതെല്ലാം ചെയ്യാൻ പഠിപ്പിച്ചു കൊടുക്കുന്നത്. കനക സാറ് വിളിക്കുന്നു. എന്ത് പറയട്ടെ? വിഷം എൻ്റെ ആ കുടുംബത്തിലെ വലിയ വിഷം. ഞാൻ ഇപ്പൊ ഇത് എടുത്തിട്ട് ഞാൻ ചത്തെന്ന് പറയണ സന്തോഷമാവട്ടെ. ആ കനക സാറാ, ഞങ്ങൾ പാർട്ടി ഓഫീസിലുണ്ട്. ആളുണ്ട്, കുറച്ച് വിഷമത്തിലാ. ഇനി ഒരിക്കലും അങ്ങോട്ട് വരുന്നില്ലെന്നാ പറയുന്നത്. ശരി സാർ. എല്ലാം തീർന്നു. വീട്ടിൽ നിന്ന് ആ വീടുമായിട്ടോ വീട്ടുകാരായിട്ടോ ഒരു ബന്ധമില്ല. മതി. പാർട്ടി ഓഫീസിലുണ്ടാവുള്ളൂ. എനിക്ക് പേടിയാവുന്നു വരാൻ. വല്ലതും പറയൂടാ.
സംസാരിച്ചോക്കാം. അന്നേരം ആരായാലും ചെയ്തു തന്നല്ലേ. പിടിച്ചോ. അല്ലേ അല്ലേ എനിക്കൊന്നും കേൾക്കണ്ട, ഒന്നും പറയാൻ വേണ്ട. ഇവിടെ ഇറങ്ങി പൊക്കോട്ടെങ്കിലും സാറേ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടരുത്. അളിയ തങ്കത്തിന് പറയാനുള്ളത് കേക്കളിയാ. എനിക്കൊന്നും കേൾക്കണ്ട. കേൾക്കണം, നീ കേക്ക്. തോന്നിയ മേടിച്ചിട്ടും ന്യായീകരിക്കാൻ വന്നിരിക്കുന്നു. അല്ലേ സംഭവം എന്ന് വെച്ചാലേ അല്ലേ ഞാൻ പറഞ്ഞ നീ ഒന്ന് കേക്ക്. എനിക്ക് ആരും പറയണതൊന്നും കേൾക്കണ്ട. മതി. കണ്ടിടത്തോളം ഒക്കെ എന്നെ നശിപ്പിക്കാൻ വേണ്ടിട്ടാണ്. അളിയന്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. ഞങ്ങൾ എല്ലാവരും അവളെ വഴക്ക് പറഞ്ഞു. പക്ഷെ അവളുടെ ഭാഗത്തുകൊണ്ട് ചിന്തിക്കണ്ടേ നമ്മള്. അളിയ ഞാനൊരു കാര്യം പറയണ്ടേ? അളിയ സമാധാനിട്ടിരിക്കുക. അളിയ ഞാൻ പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഞങ്ങൾ എല്ലാവരും കരുതി എന്താ, നീ ഉൾപ്പെടെ കരുതി എന്താണ്, നീയാണ് നമ്മുടെ സ്ഥാനാർത്ഥി എന്നല്ലേ. അതിന് വിരുദ്ധമായിട്ടൊരു വാർത്ത വരുമ്പോൾ നമ്മൾ പ്രതികരിച്ചു പോകൂലേ? എന്നിട്ട് ഞാൻ ഉടനെ അൻസാറിനെ വിളിക്കുന്നുണ്ട്. അൻസാറിനെ വിളിക്കുമ്പോൾ അൻസാർ എന്താ പറയുന്നത്? ക്ലീറ്റസ് അല്ല സ്ഥാനാർത്ഥി എന്ന്. അത് കേട്ടപ്പോൾ നമ്മളെല്ലാം തകർന്നു പോയില്ലേ? അത് മാത്രമല്ല അവൻ പറയുകയാണ്, അന്നേരം അൻസാർ പറയാണ് പക്ഷെ പന്ത് എൻ്റെ കോർട്ടിൽ തന്നെയാണെന്ന്. പക്ഷെ നീ കീഴെടുക്കാമെന്ന് പറഞ്ഞായിരുന്നോ വനിതാ വാർഡാണെന്ന്? അതറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ സമാധാനപ്പെട്ടുവേനെ. അപ്പൊ നിനക്ക് സ്ഥാനം നഷ്ടപ്പെട്ടു എന്ന് കരുതുമ്പോൾ നിന്നെ മാത്രം പ്രതീക്ഷിച്ചിരിക്കുന്നു, നിന്റെ ഉയർച്ച മാത്രം സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം എന്ത് കരുതും? അവൾക്ക് അതിനുള്ള വിശേഷ ബുദ്ധി ഇല്ലല്ലോ. അവൾ പെട്ടെന്ന് കയറി പ്രതികരിച്ചു. നീ അത് മനസ്സിലാക്ക്. എന്നെക്കാളും മറ്റാരെക്കാളും നിനക്കല്ലേ അവളെ മനസ്സിലാവുന്നത്. ക്ലീറ്റോനോടുള്ള സ്നേഹം കൊണ്ട് ഇതല്ലേ. എന്നാലും ഒരു പ്രസ്ഥാനത്തിനെതിരെയൊക്കെ ഓരോന്ന് ചെയ്യുമ്പോ ചെയ്യാൻ പാടില്ല. ശരിയാണല്ലേ, ശരിയാണ്, അത് മനസ്സിലാവുന്നുണ്ട്. നീ വന്നേ. എടാ നീ കുറച്ചു നേരം സമാധാനായിട്ടിരിക്കും. വീട്ടിൽ വന്ന് സമാധാനായിട്ടിരിക്കുമ്പോൾ എല്ലാം മറക്കും. ഇവിടെ ഇരിക്കുമ്പോഴാണ് ടെൻഷൻ കൂടുന്നത്. നീ വാടാ. അവിടെ എല്ലാരും വിഷമിച്ചിരിക്കും. അമ്മ വിഷമിച്ചിരിക്കുന്നു, അമ്മാവൻ, ലില്ലി, എല്ലാരും വിഷമിച്ചിരിക്കുകയല്ലേ. മക്കളും ഒക്കെ ഭയങ്കര കരച്ചില്ല. എല്ലാരും ഇവിടെ കുറ്റപ്പെടുത്തി. പക്ഷെ ഒരു കാര്യം ആലോചിക്കുമ്പോൾ അവള് ചെയ്തതിലൊരു ശരിയുണ്ട്. പക്ഷെ അത് നിന്റെ ഭാഗത്ത് നോക്കുമ്പോൾ തെറ്റാണ്. അത് നമുക്ക് ബോധ്യപ്പെട്ട് അതുകൊണ്ട് മാപ്പ് പറയാനല്ലേ വന്നത്. നീ വന്നേ, എന്നിട്ട് വാ. അളിയ പോളിയാ, പോ. അളിയ ചെല്ല് ചെല്ല്. ഞങ്ങൾ ഇപ്പൊ ഇങ്ങ് വിട്ടേക്കാമേ. വാ. ശരി. സോറി ക്ലീറ്റോ. Aliens.